മദ്യനയം UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. കേരള കോൺഗ്രസിന്റെ നിലപാട് ഇതുതന്നെയാണ്. മദ്യത്തിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. മദ്യനയത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തതയോടെ നിയമസഭയിൽ മറുപടി പറഞ്ഞല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടും ഈ വിഷയം UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മദ്യത്തിന്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരിക. മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിലേക്കുള്ള കേരള പ്രതിനിധിയുടെ പേര് ഉടൻ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, വിവരങ്ങൾ. ഉന്മേഷ്, പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ഈ വിഷയത്തിൽ കേരള കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് കൂടാതെ ഘടകകക്ഷികൾക്കുള്ളിലും ചില അതൃപ്തികളുണ്ട്. ഈ സഭയുടെയൊക്കെ സമ്മർദ്ദങ്ങളൊക്കെ ശക്തമായിട്ടുണ്ട്. മദ്യനയത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കണം, ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകരുത്. മുഖ്യമന്ത്രി പറഞ്ഞത് UDF ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ UDF ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ മോൻസ് ജോസഫും പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സമാനമായ രീതിയിലുള്ള ഒരു നിലപാടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാടിൽ നിന്നും സർക്കാർ വീണ്ടും പിന്നോട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് വെക്കേണ്ടി വരുമെന്നുള്ള ഒരു സൂചനയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഘടകകക്ഷികളുടെ നിലപാടും അതാണ്. ഒറ്റക്കെട്ടായി ഈ UDF-നുള്ളിൽ ചർച്ച ചെയ്ത് ഇത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള വിവരം തന്നെയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.